വെൽക്കം, റഹ്മാനാണ്. ഈ വീഡിയോ ഹെമറ്റോളജിയിൽ നമ്മൾ ഫൈബ്രിനോലൈറ്റിക്സ് വിഭാഗം മരുന്നുകളെ കുറിച്ചിട്ടാണ്. ത്രോംബോലിറ്റിക്സ് വിഭാഗം മരുന്നുകളാണ്. സോ ഫൈബ്രിനോലൈറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈബ്രിനോലൈറ്റിക്സ് ആർ ഏജന്റ്സ് വിച്ച് ഡീഗ്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അവയെ ലൈസ് ചെയ്യുക. ലൈസ് വാട്ട്? ഫൈബറിനെ നമ്മൾ കഷ്ണമാക്കുന്ന മരുന്നാണ്. സോ ഉണ്ടായ ബ്ലഡ് ക്ലോട്ട്, ഇതൊരു ബ്ലഡ് വെസൽ ആണെങ്കിൽ ഇതിനകത്ത് ബ്ലഡ് ക്ലോട്ട് ഇങ്ങനെ ഉണ്ടായി കിടക്കുകയാണെന്ന് വിചാരിക്കുക, ഓർ ത്രോംബസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇതിനെ അലിയിപ്പിക്കുന്ന മരുന്നാണ്. അലിയിപ്പിക്കുന്ന മരുന്നുകളാണ് ഫൈബ്രിനോലിറ്റിക്സ് വിഭാഗം മരുന്ന്. ഇപ്പൊ ആന്റികോയാഗുലൻസ് ഇങ്ങനെ കട്ട ഉണ്ടാവാതെ നോക്കുന്ന മരുന്നുകളാണ്. സോ ഇങ്ങനെ കട്ട ഉണ്ടാവാതെ സൂക്ഷിക്കുന്ന മരുന്നുകളാണ് ആന്റികോയാഗുലൻസ്. ഫൈബ്രിനോലിറ്റിക്സ് ഇങ്ങനെ ഓൾറെഡി ഒരു ക്ലോട്ട് ഉണ്ടെങ്കിൽ ഓൾറെഡി ഉണ്ടായ ആ ക്ലോട്ടുകളെ അലിയിപ്പിക്കുന്ന, കഷ്ണമാക്കുന്ന മരുന്നാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ഫൈബ്രിനോലിറ്റിക്സ് ആൻഡ് ആന്റികോയാഗുലൻസ് തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ മരുന്നുകളെ കുറിച്ച് പറഞ്ഞാൽ രണ്ട് ഗ്രൂപ്പ് മരുന്നുകളുണ്ട് ഈ വിഭാഗം മരുന്നുകൾ ഫൈബ്രിനോലിറ്റിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഒന്ന് നാച്ചുറൽ ആണ്, പ്രകൃതിദത്തമാണ്, നാച്ചുറൽ. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് റീകോമ്പിനന്റ് ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റേഴ്സ്. സോ നാച്ചുറൽ മരുന്നുകൾ സ്ട്രെപ്റ്റോകൈനേസ് ആണ് ഒരെണ്ണം. പിന്നെ ഒരെണ്ണം യൂറോകൈനേസ് ഉണ്ട്. സ്ട്രെപ്റ്റോകൈനേസ് ആൻഡ് യൂറോകൈനേസ്, UPA എന്ന് നമ്മൾ എഴുതാറുണ്ട്. ആൻഡ് റീകോമ്പിനന്റ് ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ആയിട്ട് വരുന്നത് ഒന്ന് ആൾട്ടിപ്ലേസ്, എല്ലാം ടിപ്ലേസിൽ അവസാനിക്കുന്ന മരുന്നാണ്. ദെൻ റെറ്റിപ്ലേസ് എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ ടിപ്ലേസ് പോലെയുള്ള മരുന്ന്. സോ കൈനേസസ് ഉണ്ട്, ടിപ്ലേസസ് ഉണ്ട്. സോ അപ്പോൾ നമ്മൾ എന്താണ് ഈ TPA എന്ന് പറയണം? ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്താന്ന് പറയണം. അപ്പോൾ നമുക്ക് ആദ്യം രക്തം അലിയിക്കുന്ന നമ്മുടെ ശരീരത്തിലുള്ള ബോഡിയിലുള്ള മെക്കാനിസം എന്താണെന്ന് പറയണം. നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടായി കഴിഞ്ഞാൽ, വെൻ ദർ ഇസ് എ മുറിവ്, ഓക്കെ, അപ്പോൾ രക്തം കട്ട പിടിക്കണം, അല്ലെ? ബ്ലഡ് ക്ലോട്ട് ചെയ്യണം. രക്തം കട്ട പിടിക്കാനുള്ള മെക്കാനിസംസ് ഉണ്ട്. ഇനി ചുമ്മാ ബ്ലഡ് വെസൽസിനകത്ത് രക്തം കട്ട പിടിക്കുന്ന നല്ലതാണോ? അതും പാടില്ല. അപ്പോൾ ചുമ്മാ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മെക്കാനിസം ഉണ്ട്. അതാണ് രണ്ടാമത്തെ മെക്കാനിസം. ഇനി ഇങ്ങനെ ഉണ്ടായ കട്ടകളെ അലിയിക്കുന്ന മെക്കാനിസം ഉണ്ട്. അതിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഫൈബ്രിനോലൈസിസ് എന്ന് പറയും. അതേപോലെ തന്നെ ഉണ്ടായ രക്തക്കട്ടകൾ സ്റ്റെബിലൈസും ചെയ്യണം. ചില സമയത്ത് ചുമ്മാ അലിഞ്ഞ് വേഗം പോകാൻ പാടില്ല, അല്ലെ? എവിടെയെങ്കിലും കട്ട ഉണ്ടെങ്കിൽ അതോടെ കുറച്ചു നേരം നിൽക്കണം. അതിനുള്ള സ്റ്റെബിലൈസിങ് മെക്കാനിസവും നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഓരോന്നും വേണ്ട സമയത്തായിരിക്കും ആക്റ്റീവ് ആകുക. ഇപ്പോൾ രക്തക്കട്ട ഉണ്ടായി കുറെ നേരം കഴിയുമ്പോഴത്തേക്കും അത് അലിഞ്ഞു പോയിട്ട് ആ ടിഷ്യൂ നല്ല വൃത്തിയാണെങ്കിൽ ഫൈബ്രിനോലൈസിസ് എന്ന് പറയുന്ന സംഭവം നടക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഈ മൂന്നാമത്തെ മെക്കാനിസമാണ് നമ്മൾ പറയാം, ഫൈബ്രിനോലൈസിസ് എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാം. സോ ഇത് ഇപ്പോൾ ഒരു രക്തക്കുഴലാണ് എന്ന് വിചാരിക്കുക. സോ ഇവിടെ എൻഡോത്തീലിയൽ സെൽസ് എങ്ങനെയുണ്ട്, ഇവിടെ മുറിവ് വന്നിരിക്കുകയാണ്. അപ്പോൾ എൻഡോത്തീലിയൽ സെൽസിൽ ഒരു മുറിവുണ്ടായി. ഓക്കെ, സോ അപ്പോൾ അവിടെ പ്ലേറ്റ്ലെറ്റ്സ്, അപ്പോൾ റെഡ് കളറിലാണ് ഞാൻ പ്ലേറ്റ്ലെറ്റ്സ് വരയ്ക്കുക, കാരണം പ്ലേറ്റ്ലെറ്റ്സ് അവിടെ ഓടിയെത്തി. അപ്പോൾ ഫൈബ്രിനോജൻ ഇവിടെ വരുന്നു, ഫൈബ്രിനാവുന്നു, ഇത് തമ്മിൽ ഇങ്ങനെ ഒരു ശൃംഖല രൂപപ്പെടുന്നു, ക്ലോട്ട് ഫോം ചെയ്യുന്നു, രക്തക്കട്ട ഉണ്ടായി. ഓക്കെ, ഫൈബ്രിനോജനും പ്ലേറ്റ്ലെറ്റ്സും ചേർന്ന്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന രക്തക്കട്ടയെ നമുക്ക് പിന്നീട്, ആദ്യം കുറേ നേരം നമുക്കത് വേണം, പിന്നെ അത് പതുക്കെ അലിയിപ്പിച്ച് കളയാം. സോ അലിയിപ്പിക്കുന്നത് എല്ലാം പ്രോട്ടിയേസസ് ആണ്. പ്രോട്ടിയേസസ് എന്ന് പറയുന്ന എൻസൈംസ് ആയിരിക്കും ഇത് അലിയിപ്പിക്കുക. സോ ഇങ്ങനെയുള്ള ഈ ഒരു പ്രോട്ടിയേസ് എൻസൈമാണ് പ്ലാസ്മിൻ എന്ന് പറയുന്ന എൻസൈം. പ്ലാസ്മിൻ എന്നാണ് അതിന്റെ പേര്. സോ ഈ പ്ലാസ്മിൻ നമ്മുടെ ഫൈബ്രിനെ പോലെയാണ്. ഫൈബ്രിൻ ആയിട്ടില്ല. ഓക്കെ, ഫൈബ്രിനോജൻ ആയിരുന്നു. അതേപോലെ ഇത് പ്ലാസ്മിനോജൻ എന്ന രൂപത്തിലാണ് ഉള്ളത്. ഈ പ്ലാസ്മിനോജൻ ലിവറിൽ നിന്നുണ്ടാവുന്ന ഇനാക്റ്റീവ് പ്ലാസ്മിനോജൻ ആണ് ഈ പ്ലാസ്മിനോജൻ എന്ന് പറയുന്നത്. സോ ഈ പ്ലാസ്മിനോജൻ വന്ന് ഇവിടെ പ്ലാസ്മിനോജൻ ബ്ലഡിലുണ്ടെന്ന് വിചാരിക്കുക, അത് വന്ന് ഇവിടെ വന്ന് ഈ ഫൈബ്രിനിൽ വന്ന് ഒട്ടിച്ചേരും. സോ ഇതിനെ നമ്മൾ വിളിക്കുക ബൗണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, ബൗണ്ട് പ്ലാസ്മിനോജൻ എന്നാണ് നമ്മൾ വിളിക്കുക. ഇവിടെ അല്ലാതെ വേറെയും പ്ലാസ്മിനോജൻ ഉണ്ട്, അത് ബൈൻഡ് ചെയ്തിട്ടില്ല. സോ അപ്പോൾ നമ്മുടെ എൻഡോത്തീലിയൽ സെൽസ്, ഇവിടെ നമ്മുടെ എൻഡോത്തീലിയൽ സെൽസ് അപ്പോൾ ആക്റ്റീവ് ആകും. എൻഡോത്തീലിയൽ സെൽസ് ഇവിടെ നിന്ന് ഒരു സംഭവം റിലീസ് ചെയ്യും. അതിന്റെ പേരാണ് TPA, ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ. പേര് തന്നെ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. സോ ഈ TPA ഇവിടെ ബൗണ്ട് ചെയ്ത ഫൈബ്രിനിൽ ഒട്ടിച്ചേർന്ന പ്ലാസ്മിനോജനെ, അല്ലെങ്കിൽ ബൗണ്ട് പ്ലാസ്മിനോജനെ മാത്രം ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ ആക്റ്റീവായി കഴിയുമ്പോൾ ഇത് ദിസ് ക്യാൻ നൗ ഇറ്റ് ഈസ് എ പ്രോട്ടിയേസസ് എൻസൈം ആണ്. സോ ദിസ് ക്യാൻ ഇതിനെ നശിപ്പിച്ച് കളയാൻ പറ്റും. നൗ ദിസ് ക്യാൻ ഡീഗ്രേഡ് ദ ഫൈബ്രിൻ. സോ ഫൈബ്രിൻ ലൈസ് ചെയ്തുണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റിന്റെ പേര് കൂടി ഒന്ന് കേട്ടുവെച്ചേക്കുക, D-ഡൈമർ എന്നാണ്. നമ്മൾ എത്ര മാത്രം ഫൈബ്രിനോലൈസ് ഒക്കെ നടക്കുന്നു എന്ന് പറയാൻ D-ഡൈമർ ടെസ്റ്റ് ചെയ്താൽ മതി. D-ഡൈമർ എന്ന് പറയാം. സോ ഫൈബ്രിനോലൈസിസ് നടക്കുന്നു. സോ ഇതാണ് ഫൈബ്രിനോലൈസിസ് എന്ന് പറയാം. ഇനി നമ്മുടെ എൻഡോത്തീലിയൽ സെൽസ് വേറെയും ചില ആൾക്കാരെ കൂടി ഉണ്ടാക്കുന്നുണ്ട്. TPA പോലെ മറ്റൊരു സംഭവം കൂടി ഉണ്ടാക്കുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേര് PAI1 and 2. ഓക്കെ, പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ഇൻഹിബിറ്റർ എന്ന് വെച്ചാൽ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാർ കൂടിയുണ്ട്. സോ ഇതിന്റെ പണി പേര് പോലെ തന്നെ TPA
എയെ തടയുന്ന ആൾക്കാരാണ് PA. അതും ഉണ്ടാക്കുന്നത് എൻഡോത്തീലിയൽ സെൽസാണ്. ഇനി വേറൊരാളുണ്ട്, അതിന്റെ പേര് ആൽഫ-2 ആന്റിപ്ലാസ്മിൻ എന്നാണ്. ദെൻ ത്രോംബിൻ ആക്ടിവേറ്റഡ് ഫൈബ്രിനോലൈസിൻ ഇൻഹിബിറ്റർ TAFI എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സോ ഇതൊക്കെ നേരെ ഓപ്പോസിറ്റ് പണിയുന്ന ടിഷ്യൂ പ്ലാസ്മിനോജനെ ആക്ടിവേറ്റ് ചെയ്യുന്ന തടയുന്ന മരുന്നുകളാണ്. സോ നമുക്ക് തൽക്കാലം ഇവിടെ ആവശ്യമില്ല, നമുക്കത് വേറെ അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ ആവശ്യം വരും. ഇവിടെ നമുക്ക് ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ വന്നു, ആൻഡ് ദിസ് ആക്ടിവേറ്റ് ദ ബൗണ്ട് പ്ലാസ്മിനോജൻ ആൻഡ് ദിസ് ക്യാൻ കോസ് എന്താണ് ഡീഗ്രേഡ് ഫൈബ്രിനോലൈസിസ് നടത്തുന്നു. നമ്മൾ ഈ പറഞ്ഞ മരുന്നുകൾ ഫൈബ്രിനോലിറ്റിക്സ് വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകാരികളായിട്ടുള്ള മരുന്നാണ്. ദിസ് ക്യാൻ കോസ് അക്യൂട്ട് ബ്ലീഡിംഗ് ഉണ്ടാക്കാം, ഭയങ്കരമായ ബ്ലീഡിംഗ് ഉണ്ടാക്കാം, ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള കണ്ടീഷൻസ്, മരണം വരെ ഉണ്ടാക്കാം. കാരണം നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ ഈ ബൗണ്ട് പ്ലാസ്മിനോജനെ മാത്രമല്ല ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ബ്ലഡിനകത്ത് കിടക്കുന്ന ഫ്രീ പ്ലാസ്മിനോജനെയും കൂടി ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, സോ ബ്ലഡിൽ ഫൈബ്രിനിൽ ഒട്ടിച്ചേരാത്ത പ്ലാസ്മിനോജനെ വരെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിൽ സ്വതവേ ഉള്ള TPAയോ നമ്മൾ കൊടുക്കുന്ന അല്ല, ശരീരത്തിലുള്ളത് ഈ ബൗണ്ട് പ്ലാസ്മിനോജനെ മാത്രമാണ് ആക്റ്റീവ് ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ പലതും ഇവിടെയൊക്കെ ആക്ടിവേഷൻ നടക്കാം, അതുകൊണ്ട് ഭയങ്കരമായ ബ്ലീഡിങ്. സോ ഇത് മരുന്നുകൾ ഓൺലി ഇൻ എമർജൻസി സിറ്റുവേഷൻ, ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻസിൽ മാത്രമേ നമ്മൾ കൊടുക്കാം. സോ മരുന്നുകൾ പറഞ്ഞു, നാച്ചുറൽ ഉണ്ട്, റീകോംബിനന്റ് TPA ഉണ്ട്. അപ്പൊ നമുക്കിനി മരുന്നുകളെ പറ്റി പറയാം. ഫസ്റ്റ് സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്നത് ഇത് നാച്ചുറൽ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണ്. ആൻഡ് ദിസ് ക്യാൻ ബി ഗിവൺ IV ആയിട്ട് നമ്മൾ കൊടുക്കും. ആൻഡ് ഇത് കിട്ടുന്നത് ബീറ്റാ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കയിൽ നിന്നാണ്. സ്ട്രെപ്റ്റോകോക്കൈ എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്ന് കിട്ടുന്ന സംഭവമാണ്. ആൻഡ് രണ്ടാമത്തെ മരുന്ന് യൂറോകൈനേസും നാച്ചുറലാണ് കിട്ടുന്നത്. അത് ഹ്യൂമൻ യൂറിനിൽ നിന്നാണ്, മനുഷ്യന്റെ മൂത്രത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ കൾച്ചേർഡ് കിഡ്നി സെൽസിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്, യൂറിൻ വേണ്ട. ആൻഡ് ബാക്കി മരുന്നുകൾ ഇപ്പോൾ TPA നമുക്ക് എഴുതാം, ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ. ഇപ്പോൾ ALDI ആയാലും അൾട്ടിപ്ലേസ് അല്ലെങ്കിൽ റെറ്റിപ്ലേസ് അല്ലെങ്കിൽ ടെനാക്റ്റിപ്ലേസ്, 3 മരുന്നാണല്ലോ നമുക്ക് ടെനാക്റ്റിപ്ലേസ്. ഇത് 3ഉം റീകോംബിനന്റ് ടെക്നോളജി വഴി, റീകോംബിനന്റ് ബയോടെക്നോളജി വഴി ഉണ്ടാക്കുന്ന TPAs ആണ്. സോ ഇതെല്ലാം റീകോംബിനന്റ് ആണ്, ഇത് രണ്ടും നാച്ചുറൽ. സ്ട്രെപ്റ്റോകൈനേസിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 18 മിനിറ്റ് ആണ്. ആൻഡ് യൂറോകൈനേസിന്റെ ഹാഫ് ലൈഫ് 15 മിനിറ്റ്. ആൾട്ടിപ്ലേസിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് A ആണെങ്കിൽ അത് വെറും 5 മിനിറ്റ് മാത്രം. ആൻഡ് റെറ്റിപ്ലേസ് എന്ന് പറയുന്നത് ഈ ആൾട്ടിപ്ലേസിനെ മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. സോ അപ്പൊ ഇതിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 18 മിനിറ്റ് നേരമാണ്. ടെനക്റ്റിപ്ലേസ് എന്നെ നമ്മൾ മ്യൂട്ടന്റ് TPA എന്നാണ് വിളിക്കുക. മ്യൂട്ടന്റ് TPA ആണ് എന്ന് വെച്ചാൽ അമിനോ ആസിഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ഉണ്ടാക്കിയെടുക്കാവുന്ന സംഭവം. അമിനോ ആസിഡ് സീക്വൻസ് മാറ്റുന്നു. സോ ഇതിന്റെ ഹാഫ് ലൈഫ് 20 മിനിറ്റ്സ്. സോ ഏറ്റവും കൂടുതൽ ഹാഫ് ലൈഫ് ഉള്ളത് ടെനക്റ്റിപ്ലേസ് ആണ്. ആൻഡ് ഇതിൽ സ്ട്രെപ്റ്റോകൈനേസ് നമ്മൾ കൊടുക്കുക കണ്ടിന്യൂസ് IV ഇൻഫ്യൂഷൻ ആയിട്ട് കൊടുക്കുന്ന മരുന്നാണ്. ആൻഡ് ഇതിൽ ആൾട്ടിപ്ലേസും നമ്മൾ കൊടുക്കുന്നത് കണ്ടിന്യൂസ് IV ഇൻഫ്യൂഷൻ ആയിട്ട്. യൂറോകൈനേസ് നമുക്ക് ആദ്യം ബോളസ് കൊടുത്തിട്ട് പിന്നീട് കണ്ടിന്യൂസ് IV ഇൻഫെക്ഷൻ ആയിട്ട് കൊടുക്കാം. അല്ലാതെ നമ്മൾ കൊടുക്കുന്നത് കത്തീറ്റർ വഴിയാണ്. കത്തീറ്റർ വഴി ഇപ്പോൾ ഇത് ഇവിടെയാണ് ക്ലോട്ടെങ്കിൽ നമ്മളൊരു കത്തീറ്റർ ഇങ്ങനെ അകത്ത് കയറ്റി അതുവഴി നേരിട്ട് ക്ലോട്ടിൽ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ലോക്കലി കൊടുക്കുന്ന ഒരു മരുന്നാണ്. ലോക്കലി. ആൻഡ് ദിസ് ഈസ് കത്തീറ്റർ ഡയറക്റ്റഡ് കെമിക്കൽ ഫൈബ്രിനോലൈസിസ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. ഇൻ ടു ദ ക്ലോട്ട് ഡയറക്റ്റ് അങ്ങനെ കൊടുക്കുക. ആൻഡ് ബാക്കി 2 മരുന്നും റെറ്റിപ്ലേസ് ഉണ്ട്, ടെനക്റ്റിപ്ലേസ് ഉണ്ട്. ഇത് രണ്ടും കണ്ടിന്യൂസ് IV ഇൻഫ്യൂഷൻ അല്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ. ഇത് ബോളസ് ഇഞ്ചക്ഷൻസ് ആണ്. IV തന്നെയാണ്, പക്ഷെ ഒറ്റ ഒരു കുത്ത് ബോളസ് IV ഇഞ്ചക്ഷൻ ആണ്, ഒറ്റ തവണ ബോളസ് ഫൈബ്രിനോലിറ്റിക്സോ. ഇതിനെ നമ്മൾ ബോളസ് ഫൈബ്രിനോലിറ്റിക്സ് എന്ന് നമ്മൾ വിളിക്കും. റെറ്റിപ്ലേസ് ആണെങ്കിൽ ദിവസം 2 നേരം ഇഞ്ചക്ഷൻ കൊടുക്കണം. ടെനക്റ്റിപ്ലേസ് ആണെങ്കിൽ ഒരേ ഒരു ഇഞ്ചക്ഷൻ ഒരു ദിവസം കൊടുത്താൽ മതി എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇനി ടെനക്റ്റിപ്ലേസിന് ഭയങ്കരമായ വേറൊരു പ്രത്യേകതയുണ്ട്, വെരി ഇമ്പോർട്ടന്റ് പ്രത്യേകതയാണ്. ഇതെന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ രക്തത്തിൽ ഇവിടെ TPA ഉണ്ടാകാം, അല്ലെങ്കിൽ ടിഷ്യൂ ബൗണ്ട് പ്ലാസ്മിനോജൻ ഉണ്ടാകും. ഇത് ഓൺലി ഓൺ ടിഷ്യൂ ബൗണ്ടിൽ മാത്രമാണ് ആക്ട് ചെയ്യുക. ഫ്രീ പ്ലാസ്മിനോജനാണ് TPA അല്ല. ഫ്രീ പ്ലാസ്മിനോജനിൽ ഇതിന് പ്രവർത്തനം കുറവാണ്. മറ്റു മരുന്നുകളെല്ലാം ഫ്രീ പ്ലാസ്മിനോജനിൽ ആക്ട് ചെയ്യുന്നുണ്ട്, ബ്ലീഡിംഗ് ഭയങ്കരമായിട്ട് ഉണ്ടാക്കാം. ഇത് ഓൺലി എന്നല്ല, പരമാവധി മോർ സെലക്റ്റീവ് ഓൺ ടിഷ്യൂ ബൗണ്ട് പ്ലാസ്മിനോജൻ. സോ ദിസ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ് ഓഫ് ടെനക്റ്റിപ്ലേസ്. അപ്പോൾ അത് ഓർത്തിരിക്കാൻ T വെച്ചിട്ടാണ് ടിഷ്യൂ ബൗണ്ട് എന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ബ്ലീഡിംഗ് ചാൻസ് ഇത് കുറവാണ്. അതുകൊണ്ടാണ് ടെനക്റ്റിപ്ലേസ് ആണ് ഏറ്റവും ബെസ്റ്റ് ഡ്രഗ്. ഫൈബ്രിനോലിറ്റിക്കിലെ ഏറ്റവും ബെസ്റ്റ് ഡ്രഗ് ടെനക്റ്റിപ്ലേസ് ആവാൻ കാരണം മറ്റ് ഫ്രീ ആയിട്ടുള്ള പ്ലാസ്മിനോജനെ ആക്ടിവേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ആൻഡ് ഇനി സ്ട്രെപ്റ്റോകൈനസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ബാക്ടീരിയൽ ആന്റിജൻ ആണ്, ബാക്ടീരിയയിൽ നിന്ന് കിട്ടുന്നതാണ്. സോ ഈ ആന്റിജൻ ആണ് നമ്മൾ കുത്തിവെക്കുക. സോ ആന്റിജൻ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആര് വരും? നമ്മുടെ ശരീരം അതിനൊരു ആന്റിബോഡി ഉണ്ടാക്കി വെക്കും. സോ അപ്പൊ അതുകൊണ്ട് ഇത് ജീവിതത്തിൽ ഒരേ ഒരു തവണ ഒറ്റ സിംഗിൾ കുത്തിവെപ്പേ ജീവിതത്തിൽ പറ്റൂ. രണ്ടാമതൊരു കുത്തിവെപ്പ് വീണ്ടും സ്ട്രെപ്റ്റോകൈനേസ് നമുക്ക് രണ്ടാമത്
രണ്ടാമത് ഒരിക്കൽ കൂടി കൊടുക്കാൻ പറ്റില്ല. ഇതിന്റെ ഡോസ് എന്ന് പറഞ്ഞാൽ 0.75 to 1.5 ലാക്ക് യൂണിറ്റ്സ് ആണ് കേട്ടോ. ഇതെല്ലാം യൂണിറ്റ്സ് ആണ്. കണ്ടിന്യൂസ് IV ഇൻഫ്യൂഷൻ ആണെന്ന് പറഞ്ഞു. ആൻഡ് ബാക്കിയുള്ളതെല്ലാമോ ഇതൊന്നും ആന്റിജനിക് അല്ല, യൂറോകൈനസ് ആന്റിജനിക് അല്ല, ആൾട്ടിപ്ലേസ് അല്ല, റിറ്റിപ്ലേസ് ഇതൊന്നും നോൺ ആന്റിജനിക് ആണ്. എത്ര തവണ വേണമെങ്കിലും നമുക്ക് കുത്തിവെക്കാം എന്നുള്ളതാണ് മറ്റൊരു വ്യത്യാസം. ആൻഡ് ടെനക്റ്റിപ്ലേസിന്റെ ഡോസ് നമുക്ക് ഓർത്തിരിക്കാൻ സുഖമാണ്. ഇപ്പോൾ ഒരാൾക്ക് 60 കിലോ ഉണ്ടെങ്കിൽ അയാൾക്ക് 30 മില്ലിഗ്രാം നമ്മൾ കൊടുത്താൽ മതി. നേരെ പകുതി 0.5 മില്ലിഗ്രാം പെർ കിലോഗ്രാം ആണ്. സോ ഈസി ടു റിമെമ്പർ. പിന്നെ നമുക്ക് യൂസസ് പറയാം. യൂസസ് നമുക്കിപ്പോൾ ഓൾറെഡി അറിയാം. ഫൈബ്രിനോലിറ്റിക് എന്ന് പറയുമ്പോൾ ബ്ലഡ് വെസൽസിനകത്ത് രക്തം ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുകയാണെങ്കിൽ ഈ കട്ട അലിയിക്കാനാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ യൂസ് സ്ട്രോക്കിലാണ്. എല്ലാത്തരം സ്ട്രോക്കിലും കൊടുത്തു കളയരുത്. സോ നമ്മൾ കൊടുക്കുക ഇഷ്കീമിക് സ്ട്രോക്കിലാണ് നമ്മൾ കൊടുക്കുക. ബ്ലഡ് കട്ട പിടിച്ച് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് വെസൽസ് അടഞ്ഞിരിക്കുകയാണെങ്കിൽ അപ്പോഴാണ് കൊടുക്കുക. അപ്പോൾ കൊടുക്കണം 3 hours, വിത്തിൻ 3 hours ആണ് കൊടുക്കേണ്ടത്. 4.5 hoursനകം എങ്കിലും കൊടുത്താലേ കാര്യമുള്ളൂ. ഓർക്കുക, മറ്റൊരു തരം സ്ട്രോക്ക് ഉണ്ട്. ആ സ്ട്രോക്കിന്റെ പേര് ഹെമറേജിക്. ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഹെമറേജിക് സ്ട്രോക്കിൽ കയറി കൊടുക്കരുത്. അവിടെ കംപ്ലീറ്റ്ലി കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഓൾറെഡി ബ്ലഡ് വെസൽസിൽ നിന്ന് ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കയറി കൊടുത്താൽ പ്രശ്നം. രണ്ടാമത്തെ ഉപയോഗം ഇതേപോലെയുള്ള ACSലാണ്. ACS മീൻസ് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മയോകാർഡിയൽ ഇൻഫാർക്ഷൻ ഒക്കെ വരുന്നത് ഇതിലാണ്. ആൻഡ് ഇതിൽ തന്നെ സ്പെസിഫിക് ആണ്, എല്ലാത്തിലൊന്നും കയറി കൊടുക്കേണ്ട ആവശ്യമില്ല. സ്റ്റെമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ST സെഗ്മെന്റ് ഇലവേറ്റഡ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ, അല്ലെങ്കിൽ അതിന്റെ കൂടെ കാർഡിയക് ട്രോപ്പോണിൻസ് ഒക്കെ പോസിറ്റീവ് ആണെങ്കിൽ, കാർഡിയക് മാർക്കേഴ്സ് ഒക്കെ പോസിറ്റീവ് ആണെങ്കിൽ സ്റ്റെമിയിലാണ് നമ്മൾ ഇത് കൊടുക്കുക. അല്ലാതെ MI തന്നെ അൺസ്റ്റേബിൾ അഞ്ചൈന ഉണ്ട്, അല്ലെ? അൺസ്റ്റേബിൾ അഞ്ചൈന ഉണ്ട്, നോൺ സ്റ്റെമി ഉണ്ട്. ഇവിടെ രണ്ടും നമുക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. സോ ഇത് കൊടുക്കേണ്ടത് 30 മിനിറ്റിനകം കൊടുക്കണം. ആൻഡ് ഓൾസോ ഇത് കൊടുത്തതിന് ശേഷം 60 മിനിറ്റിനകം നമ്മൾ PCA ചെയ്യണം. പെർക്യൂട്ടേനിയസ് കൊറോണറി ഇന്റർവെൻഷൻ എന്താണ്? ബലൂൺ ആൻജിയോപ്ലാസ്റ്റി നമുക്ക് ചെയ്യേണ്ടി വരും. ആൻഡ് മൂന്നാമത്തെ ഉപയോഗം ഇൻ പൾമണറി എംബോളിസം ആണ്. ആൻഡ് ഓൾസോ DVTയിലാണ്. സോ പൾമണറി എംബോളിസം നമ്മൾ പഠിച്ചു. ഡ്രഗ് ഓഫ് ചോയ്സ് ഹെപ്പാരിൻ ലൈക്ക് ആന്റി കോയഗുലൻസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ചില സമയത്ത് മാസീവ് ആയിട്ടുള്ള പൾമണറി എംബോളിസം അല്ലെങ്കിൽ റപ്ചർ ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്ലഡ് വെസൽ, കാലിലെ ബ്ലഡ് വെസൽ ആണെങ്കിൽ സെൻട്രൽ വെയിനിൽ കൂടിയാണ് പോകേണ്ടത്. പക്ഷെ അത് തടയപ്പെടുമ്പോഴത്തേക്കും പിന്നെ പെരിഫറൽ പുറത്തുള്ള ബ്ലഡ് വെസലിൽ കൂടെ പോകും. ഓക്കെ, സോ അതും പ്രശ്നങ്ങൾ ആകുമ്പോൾ നമുക്കപ്പോൾ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, ഹൈപ്പോക്സിയ, അല്ലെങ്കിൽ റൈറ്റ് ഹേർട്ട് സൈറ്റഡ് ഹേർട്ട് ഫെയിലിയർ, DIC ഇങ്ങനെയൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമുക്കപ്പോൾ ഫൈബ്രിനോലിറ്റിക്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. DVTയിലും ഇത് തന്നെ നമുക്ക് കൊടുക്കേണ്ടി വരും. സോ സൂപ്പർഫിഷ്യൽ ബ്ലഡ് വെസൽസ് വീണ്ടും അടഞ്ഞു, അപ്പോൾ ഇത് വീണ്ടും അടയുന്നു. പ്രശ്നങ്ങളാണെങ്കിൽ ഫൈബ്രിനോലിറ്റിക്സ് നമുക്ക് കൊടുക്കാം. ഈ ഫൈബ്രിനോലിറ്റിക്സ് എവിടെയെല്ലാം ഒഴിവാക്കണം എന്ന് കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. അപ്പോൾ ഹെമറേജിക് ഷോക്ക് ഉണ്ടെങ്കിൽ, ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിത് ഒഴിവാക്കിയേ പറ്റൂ, കൊടുക്കാൻ പാടില്ല. 3 മാസത്തിനിടയിൽ ഇഷ്കീമിക് സ്ട്രോക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫേസിലോ ഹെഡിലോ ട്രോമ വന്നിട്ടുണ്ടെങ്കിൽ വിത്തിൻ 3 months വീണ്ടും ഈ മരുന്നപ്പോൾ കൊടുക്കാൻ പാടില്ല. ദെൻ ഇപ്പോൾ അയോട്ടയിൽ വിള്ളലുണ്ടെങ്കിൽ, അയോട്ടിക് ഡിസെക്ഷൻ എന്നാണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ റപ്ചർ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ കൊടുക്കാൻ പാടില്ല. ദെൻ ഭയങ്കരമായിട്ട് BP അങ്ങോട്ട് കയറിയിരിക്കുകയാണ്, മലിഗ്നൻ ഹൈപ്പർ ടെൻഷൻ, അങ്ങനെയൊക്കെയുള്ള കേസിൽ നമ്മൾ ഒഴിവാക്കണം. ദെൻ ഇന്റേണൽ ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ ഒഴിവാക്കാം. സോ ഇവരിലൊക്കെ നമ്മൾ അബ്സല്യൂട്ട്ലി കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ദെൻ ക്രേനിയൽ, ഇൻട്രാക്രേനിയൽ ടെൻഷൻ കൂടിയ ആൾക്കാർ, സോ ഇങ്ങനെയൊക്കെയുള്ള ഒഴിവാക്കുക. ദെൻ നമുക്ക് റിലേറ്റീവായിട്ട് ഇപ്പോൾ ഗർഭിണികളിൽ കഴിയുന്നതും ഒഴിവാക്കുക. ദെൻ അൾസർ ഉള്ള ആൾക്കാരിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ മറ്റു ഓപ്പറേഷനൊക്കെ റീസെൻ്റ് ആയിട്ട് 3 ആഴ്ചയ്ക്കൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കുക, അല്ലെങ്കിൽ ആന്റി കോയാഗുലൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ വെക്കുക. നമുക്ക് റിലേറ്റീവ് കോൺട്രാ ഇൻഡിക്കേഷൻസ് ആണ് ഒഴിവാക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫൈബ്രിനോലിറ്റിക്സ് ഓർ ത്രോംബോലിറ്റിക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.